അളഗപ്പനഗർ പഞ്ചായത്തിന്റെ 19ാം വാർഡിന്റെ വോട്ടിംഗ് കേന്ദ്രമായ അളഗപ്പനഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ പോളിംഗ് ബൂത്തിൽ യന്ത്രത്തകരാർ മൂലം വോട്ടിംഗ് തടസ്സപ്പെട്ടത് 40ലേറെ തവണ. ഓരോ പ്രാവശ്യവും യന്ത്രത്തകരാർ പരിഹരിക്കാൻ ഏകദേശം 15 മിനിറ്റോളം ആവശ്യമായി വന്നു. ഇതോടെ ബൂത്തിലെത്തിയ നിരവധി വോട്ടർമാർ വോട്ട് ചെയ്യാതെ തിരിച്ചുപോയതായി സ്ഥാനാർത്ഥികളും നേതാക്കളും പറഞ്ഞു. തുടർന്ന് വേറെ വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് വോട്ടിംഗ് തുടരണമെന്ന് സ്ഥാനാർത്ഥികൾ ആവശ്യം ഉന്നയിച്ചെങ്കിലും പണിമുടക്കിയ യന്ത്രങ്ങളുടെ തകരാർ പരിഹരിച്ച് വോട്ടിംഗ് തുടരുകയായിരുന്നു. യന്ത്രത്തകരാർ മൂലം ഉച്ചയ്ക്ക് 2 മണിവരെ 450-ൽ താഴെ വോട്ടർമാർക്ക് മാത്രമേ വോട്ട് രേഖപ്പെടുത്താൻ സാധിച്ചുള്ളൂ. ഉച്ചതിരിഞ്ഞ് 4 മണിയായിട്ടും 200ഓളം പേരാണ് വോട്ട് ചെയ്യാൻ കാത്തുനിന്നത്. വോട്ടിംഗ് സമയം അവസാനിക്കുന്ന 6 മണിക്ക് 131 പേർ ക്യൂവിൽ ഉണ്ടായിരുന്നു. ഇവർക്ക് ടോക്കൺ നൽകി വോട്ട് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് കൃത്യമായി ഉദ്യോഗസ്ഥർ വോട്ടർമാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാണ് വോട്ടെടുപ്പ് നടപടികൾ പൂർത്തീകരിച്ചത്. പഞ്ചായത്തിലെ 19ാം വാർഡിൽ 1250 വോട്ടർമാരുണ്ട്. ഇവിടെ ഒരു ബൂത്ത് മാത്രമാണ് സജ്ജീകരിച്ചിരുന്നത്. നമുക്ക് ഈ ഗ്രാമപഞ്ചായത്തിലേക്ക് ആകെ 3 കാൻഡിഡേറ്റേ ഉള്ളൂ. അതുകൊണ്ട് ഈ 3 എണ്ണം മാത്രമേ ഇവിടെ ഉള്ളൂ. 3 എണ്ണേ ഉള്ളൂ. നമ്മൾ ആക്രമണം ചെയ്യുന്നത് അവർക്ക് നമ്മൾ പണ്ട് ലാൻഡ് ഫോണിലൊക്കെ പ്രസ് ചെയ്തില്ലേ, അതുപോലെ ഒന്ന് പ്രസ് ചെയ്താൽ മതിയാവും. അതുപോലെ ഒന്ന് നെക്കി പിടിക്കുമ്പോഴാണ് കംപ്ലൈന്റ് ആകുന്നത്. ഈ രണ്ടാമത്തേത് അങ്ങനെ തന്നെ, മൂന്നാമത്തേത് അങ്ങനെ തന്നെ. ഇപ്പൊ ഈ നീളത്തിലുള്ള സൗണ്ട് കേൾക്കുന്നത് നമ്മുടെ 3 വോട്ടും ശരിയായി കഴിയുമ്പോൾ സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്നതാണ്, നമ്മൾ ചെയ്യുന്നതല്ല. അപ്പൊ അതുകൊണ്ട് മൂന്നാമത്തേത് ഇതുപോലെ തന്നെ സാധാരണ പോലെ പ്രസ് ചെയ്താൽ മതി. ഇങ്ങനെ തന്നെയായിരിക്കും അവിടെ സിസ്റ്റം കാണുന്നത്. ഇതിനകത്ത് 3, ഇതിനകത്ത് 4 ആയിരിക്കും ഉള്ളത്. അതിനകത്ത് ഏതാന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. ചെറിയ സൗണ്ട്